ഹായ്, വെൽക്കം ടു മെന്റർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്. ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, അതിന്റെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾ വിത്ത് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് V1 സിംഗുലറിനും പ്ലൂറലിനും. ഓക്കെ, അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എവിടെ ഉപയോഗിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. V1 സിംഗുലർ, പ്ലൂറൽ, ഐ, യു, വി, ദേ ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സിനോട് കൂടി ഏത് ഉപയോഗിക്കും, റൂട്ട് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കും. ദെൻ ഹി, ഷീ, ഇറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് ഫോമിനോട് കൂടി എന്ത് ചേർക്കും, യെസ് ഓർ ഇയസ് ചേർക്കും. അതായത് V1 സിംഗുലർ, പ്ലൂറൽ. ഓക്കെ, അപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കുന്നു, എന്നും കളിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ പ്ലേ ഫുട്ബോൾ. നീ പ്രഭാത ഭക്ഷണം നേരത്തെ കഴിക്കുന്നു, യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എയർലി. ഞങ്ങൾ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, എങ്ങനെ പറയും, വി സ്റ്റഡി ഇംഗ്ലീഷ് ഡെയിലി. അവർ സ്കൂളിലേക്ക് എല്ലാ ദിവസവും ബസ്സിലാണ് പോകുന്നത്, ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്. അവൻ എല്ലാ വൈകുന്നേരവും TV കാണുന്നു, ഹി വാച്ച്സ് TV എവറി ഈവനിങ്. ഹി ആയതുകൊണ്ട് എന്ത് വരും, വാച്ച്സ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ്സിൽ ഡു ഡസിന്റെ കൂടെ ഉപയോഗിക്കാം. ആഫ്റ്റർ ഡു ഡസ് ഓൾവേസ് യൂസ് V1. അപ്പോൾ നിനക്ക് ചായ ഇഷ്ടമാണോ, എങ്ങനെ ചോദിക്കും, ഡു യു ലൈക്ക് ടീ. ഓക്കെ, ഇനി അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ. അപ്പൊ അവനായതുകൊണ്ട് എന്ത് വരും, അവിടെ സിംഗുലർ വെർബ് വന്നു. അപ്പൊ പ്ലേസ് ആണ് വരുന്നത്. തിരിച്ചു വരുമ്പോ എങ്ങനെ പറയും, ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. പ്ലേസ് എന്ന് പറയുന്നതിന് ഡസ് പ്ലേ. ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. ഞാൻ മീറ്റ് കഴിക്കാറില്ല, ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്. ഓക്കെ, അവൾ സിനിമ കാണാറില്ല, ഷീ ഡസൻറ്റ് വാച്ച് മൂവീസ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് വാച്ച് വരും. അപ്പൊ ഡസ് വാച്ച്, ഡസൻറ്റ് വാച്ച്. അവർ ഇവിടെ എത്താറുണ്ടോ, സാധാരണ ഇവിടെ അവർ വരാറുണ്ടോ, ഡു ദേ കം ഹിയർ ഓപ്പൺ. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റിനകത്ത് ഡു ഡസ് ചേർത്ത് ക്വസ്റ്റ്യന്, നെഗറ്റീവിനകത്ത്. ഇനി അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. മോഡൽ വെർബ്സിന് ശേഷം ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷുഡ്, മസ്റ്റ് അങ്ങനെയുള്ള മോഡൽ വെർബ്സിന് ശേഷം ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് വരും. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, അവിടെ എന്താണ്, ഐ ക്യാൻ എന്തേ വരുള്ളൂ, സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾ നാളെ വരും, ഷി വിൽ കം ടുമോറോ. ദെൻ നീ നല്ലതുപോലെ പഠിക്കണം, യു ഷുഡ് സ്റ്റഡി വെൽ. നീ നന്നായിട്ട് പഠിക്കണം, ഷുഡ്. പിന്നെ അവിടെ എന്തേ വരത്തുള്ളൂ, സ്റ്റഡി. സ്റ്റഡീസ് ഒന്നും വരത്തില്ല, എസ് ഫോം വരില്ല, റൂട്ട് ഫോമേ വരുള്ളൂ. ഓക്കെ, V1. ദെൻ ഐ മസ്റ്റ് ഫിനിഷ് മൈ ഹോംവർക്ക്. എനിക്ക് എന്റെ ഹോംവർക്ക് തീർക്കണം. അവൻ എന്നെ സഹായിക്കാമായിരുന്നു, ഹി കുഡ് ഹെൽപ്പ് മീ. ഓക്കെ, ഇനി അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. ടു, ഇൻഫിനിറ്റീവ് ഫോം. ആഫ്റ്റർ ടു എപ്പോഴും V1 ഫോം, റൂട്ട് ഫോം ഉപയോഗിക്കത്തുള്ളൂ. എനിക്ക് വീട്ടിലേക്ക് പോകണം, ഐ വാണ്ട് ടു ഗോ ഹോം. അവൾക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ്, ഷീ ലൈക്സ് ടു ഡാൻസ്. ഷീ ലൈക്സ് ടു ഡാൻസ്. അവർ നേരത്തെ പുറപ്പെടാൻ തീരുമാനിച്ചു, they decided to leave early. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. അവൻ കൂടുതൽ പഠിക്കേണ്ടതാണ്, അവൻ ഇനിയും കൂടുതൽ പഠിക്കണം, he needs to study more. ഞാൻ നിന്നെ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്നു, I hope to see you soon. I hope to see you soon. ഞാൻ നിന്നെ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. ഇമ്പറേറ്റീവ് സെന്റൻസ്, കമാൻഡ്, റിക്വസ്റ്റ് ആണ് എന്ത്, ഇമ്പറേറ്റീവ് സെന്റൻസ്. അതിന്റെ കൂടെ എപ്പോഴും റൂട്ട് ഫോമേ ഉപയോഗിക്കുള്ളൂ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇരിക്കൂ, അവിടെ ഇരിക്കൂ, സിറ്റ് ഡൗൺ. നിന്റെ പുസ്തകം എടുക്കൂ, എങ്ങനെ പറയും, ടേക്ക് യുവർ ബുക്ക്. ദയവായി അകത്ത് വരൂ, പ്ലീസ് കം ഇൻ. താമസിക്കരുത്, വൈകരുത്, എങ്ങനെ പറയും, ഡോണ്ട് ബി ലേറ്റ്. ജനാല തുറക്കൂ, ഓപ്പൺ ദ വിൻഡോ. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസ് നമുക്ക് നോക്കാം.
ലെറ്റ്, മേക്ക്, ഹെൽപ്പ്, ഹാവ്. ഇതിനെല്ലാം ശേഷം എന്താ ഉപയോഗിക്കത്തുള്ളൂ? റൂട്ട് ഫോം. ഓക്കെ. എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് മീ ഗോ. എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് മീ ഗോ. അവൾ എന്നെ കരയിച്ചു. നമ്മൾ പറയല്ലേ അവൾ കാരണം ഞാൻ കരഞ്ഞു, അവൾ എന്നെ കരയിച്ചു. എങ്ങനെ പറയും? ഷീ മേഡ് മീ ക്രൈ. ഷീ മേഡ് മീ ക്രൈ. നമുക്കിപ്പോ പോകാം. ലെറ്റ് us go now. അവരെ പുറത്ത് കളിക്കാൻ അനുവദിക്കൂ. ലെറ്റ് them play outside. ഓക്കെ. അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. യൂസ് ടു ചേർത്ത് പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാനായിട്ട് എപ്പോഴും ഉപയോഗിക്കും. അവിടെ റൂട്ട് ഫോമേ ഉപയോഗിക്കത്തുള്ളൂ, V1 ഫോം. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. അവൾ കൊച്ചിയിൽ താമസിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ് ടു ലിവ് ഇൻ കൊച്ചി. ഞങ്ങൾ പാർക്കിൽ പോകാറുണ്ടായിരുന്നു. വി യൂസ് ടു ഗോ ടു ദ പാർക്ക്. പാസ്റ്റ് ഹാബിറ്റ്സ് ആണ്. അവൻ നേരത്തെ എഴുന്നേറ്റ് പോകാറുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഹി യൂസ് ടു വേക്ക് അപ്പ് എർലി. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ദേ യൂസ് ടു ഈറ്റ് ടുഗദർ. ഓക്കെ. ഇനി അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. കണ്ടീഷണൽ സെന്റൻസസ് ടൈപ്പ് 2-നകത്ത് അൺറിയൽ ഓർ പാസ്റ്റ് ഇമാജിനേഷനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ എനിക്ക് സാലറി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ബില്ല് അടയ്ക്കുമായിരുന്നു. കിട്ടിയില്ല, അടയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെ പറയും? ഇഫ് ഐ ഗോട്ട് സാലറി ഐ വുഡ് പേ ദ ബിൽ. ഓക്കെ. പഠിച്ചിരുന്നെങ്കിൽ അവൾ പാസ്സാകുമായിരുന്നു. ഇഫ് ഷീ സ്റ്റഡീഡ് ഷീ കുഡ് പാസ്. ഓക്കെ. അവൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കുമായിരുന്നു. ഇഫ് ഷീ കോൾഡ് മീ ഐ വുഡ് സ്പീക്ക്. ഞാൻ കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷയിൽ നന്നായി പാസ്സാകുമായിരുന്നു. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഓർ മോർ ഐ വുഡ് പാസ് ദ എക്സാം. ഓക്കെ. ഇനി അടുത്ത ഉപയോഗം നമുക്ക് നോക്കാം. പൊളൈറ്റ് റിക്വസ്റ്റ്. വുഡ്, കുഡ് എന്ന് ചേർത്ത് ചോദിക്കുന്നു. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗോ. ഐ വുഡ് ലൈക്ക് ടു ഗോ. നിങ്ങൾ എന്നെ സഹായിക്കുമോ? കുഡ് യു ഹെൽപ്പ് മീ? നീ ആ ജനാലയം തുറക്കുമോ? വുഡ് യു ഓപ്പൺ ദ വിൻഡോ? ഞാൻ നിങ്ങളോടൊപ്പം കൂടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലവ് ടു ജോയിൻ യു. നിങ്ങൾ ദയവായി കാത്തിരിക്കുമോ? വുഡ് യു പ്ലീസ് വെയിറ്റ്? ഓക്കെ. അപ്പോൾ ഇത്രയാണ് റൂട്ട് ഫോം, അതായത് V1 ഫോം, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബിന്റെ ഉപയോഗം. ഓക്കെ. അതിനകത്ത് സിംഗുലർ, പ്ലൂറൽ ഉണ്ട്. സിമ്പിൾ പ്രസന്റിൽ മാത്രമേ സിംഗുലറിന്റെ കൂടെ എന്ത് ഉപയോഗിക്കത്തുള്ളൂ? എസ് ചേർത്ത് വെർബ് വരുള്ളൂ. അത് V5 എന്ന് പറഞ്ഞ് വെർബിന്റെ 5th ഫോം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതിലും നല്ലത് V1 2 ഫോംസ് ആണ്. അതിനകത്ത് റൂട്ട് ഫോമും എസ് ഫോം ചേർത്ത് വരുന്നത് സിംഗുലർ പ്ലൂറൽ. റൂട്ട് ഫോം ഇറ്റ്സെൽഫ് ഈസ് പ്ലൂറൽ. അങ്ങനെ മനസ്സിലാക്കുക. സിമ്പിൾ പ്രസന്റിൽ മാത്രം സിംഗുലറിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. ബാക്കി പറഞ്ഞിടത്തെല്ലാം റൂട്ട് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ പ്ലൂറൽ ഫോം V1 ഫോമേ വരുള്ളൂ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. ഓക്കെ. അടുത്തൊരു നല്ല ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ താങ്ക് യു. Mentor School of English, the Pioneer Institute in Wycombe for IELTS, OET, German and PTE.